സ്പോർട്സ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലർ സ്പോർട്ട് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. റഗ്ബി ഹിസ്റ്റോറിക്കലി ഒരു ഇന്ത്യൻ സ്പോർട്ട് അല്ല, പക്ഷേ മറ്റെന്തിനേയും പോലെ നമ്മൾ റഗ്ബിയിലും നമ്മുടെ മികവ് തെളിയിച്ചു വരികയാണ്. മഹേഷ് കുമാർ എന്ന ഒരു മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ടാണ് ഇന്ന് കേരളത്തിന് ഒരു റഗ്ബി ടീം ഉണ്ടായത്. ആൻഡ് all of this is because of their hard work and dedication. അവരെല്ലാ പ്രതിസന്ധികളും ഈ അവരുടെ ഡെഡിക്കേഷനും കൊണ്ട് തന്നെയാണ് തരണം ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് ടീം ഹാസ് ബീൻ പെർഫോമിംഗ് വെരി വെൽ. കേരള സ്റ്റേറ്റ് റഗ്ബി ടീം ഈസ് ഫുള്ളി ഫങ്ഷണൽ റൈറ്റ് നൗ. തിരുവനന്തപുരത്താണ് എന്നാണ് മറ്റൊരു പ്രത്യേകത. ഇവർക്കൊരു ഫുൾ ഗ്രൗണ്ട് ഇല്ല പ്രാക്ടീസ് ചെയ്യാൻ. ഉള്ള ഗ്രൗണ്ട് തന്നെ ഒരു ഗ്രാസ് ഗ്രൗണ്ട് അല്ല. ശരിക്കും റഗ്ബിക്ക് ഗ്രാസ് ഗ്രൗണ്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ അവർ ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ അവരുടെ ഫുൾ പൊട്ടൻഷ്യലിനെ യൂട്ടിലൈസ് ചെയ്ത് വരികയാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ അവരുടെ മികവ് തെളിയിച്ചു കൊണ്ട് വരികയാണ്. ആൻഡ് ഇന്ത്യയിൽ ക്രിക്കറ്റിന് കിട്ടുന്ന സ്വീകാര്യത നമ്മുടെ നാഷണൽ ഗെയിമായ ഹോക്കിക്ക് പോലും ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പരാതി നമ്മൾ എപ്പോഴും കേൾക്കുന്നതുമാണ്. പക്ഷേ ഇങ്ങനെയൊന്നും പരാതി പറയാതെ അവരവരുടെ തന്നെ സ്വന്തം ഹാർഡ് വർക്ക് ആൻഡ് എക്സലൻസ് കൊണ്ട് അവരുടെ എഫേർട്സ് ഇപ്പോൾ അധികൃതർ അറിഞ്ഞു വരികയാണ്. അതനുസരിച്ച് അവർക്ക് തക്കതായ ഫെസിലിറ്റീസും കിട്ടി വരികയാണ്. നമ്മുടെ ഈ റഗ്ബി ടീം നാഷണലി ആൻഡ് ദെൻ ഷുവർ സൂൺ ഇനഫ് ഇൻ്റർനാഷണലി ശ്രദ്ധിക്കപ്പെടാനായിട്ട് ഇനി അധികം സമയമില്ല. സോ നമുക്ക് അധികം സമയം കളയാതെ അവരെ പരിചയപ്പെടാം. എൻ്റെ പേര് മഹേഷ് കുമാർ ആർ എന്നാണ്. ഞാൻ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ റഗ്ബി കോച്ചായിട്ട് ജോലി ചെയ്യുന്നു. റഗ്ബിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു നാഷണൽ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, ഏഷ്യൻ ഗെയിംസ്, ഒളിമ്പിക് ഈവൻ്റാണ്. കുട്ടികൾക്ക് കൂടുതൽ ഫ്യൂച്ചറുള്ള ഗെയിമാണ്. കേരളത്തിലെ റഗ്ബി ഏകദേശം 20 വർഷങ്ങൾ മുമ്പാണ് സ്റ്റാർട്ട് ചെയ്തത്. അന്നത്തെ കാലത്തെന്ന് വെച്ചാൽ റഗ്ബിയെക്കുറിച്ച് ആർക്കും തന്നെ ഒന്നും അറിഞ്ഞുകൂടാത്ത കാലഘട്ടമായിരുന്നു. ഇപ്പോൾ ഇത് ഈ വർഷം തൊട്ട് കേരള സ്കൂൾസിൽ നാഷണൽ സ്കൂൾ ഗെയിംസിലും റഗ്ബി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ അമിത് നഗറിൽ ഇന്ത്യൻ ആർമി റഗ്ബി സ്കൂൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇഷ്ടപ്പെടുന്ന ഒരു കളിയെന്ന നിലയ്ക്കും ഒരു ഒളിമ്പിക് ഈവൻ്റ് എന്ന നിലയ്ക്കും ഇത് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വരാൻ വേണ്ടി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ നല്ല രീതിയിലുള്ള സഹായ സഹകരണങ്ങളാണ് നടത്തി വരുന്നത്. അതിനുവേണ്ടി നമ്മൾ സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റായ പത്മിനി മാഡം നല്ല രീതിയിലുള്ള പ്രോത്സാഹനങ്ങൾ റഗ്ബിക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഫ്യൂച്ചറിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഗവൺമെൻറ് തലത്തിൽ ജോലി വല്ലതും കിട്ടുകയാണെങ്കിൽ ഈ കളി കുറച്ചും കൂടെ പ്രൊമോട്ടായി പോകുമായിരുന്നു. നാഷണൽ ഗെയിംസ് കഴിഞ്ഞാൽ ഇതിനൊരു നല്ല സാധ്യതയാണ് കണ്ടുവരുന്നത്. തീർച്ചയായിട്ടും കേരളം നാഷണൽ ഗെയിംസിന് റഗ്ബിയിൽ ഒരു മെഡൽ വരുന്നതാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഈ കളി ഉടലെടുത്ത് കേരളത്തിൽ വന്നതെന്ന് എങ്ങനെയെന്ന് വെച്ചാൽ എൻ്റെ ഫാദർ റഗ്ബിയുടെ ബനിയൻ വാങ്ങിച്ച് തരികയുണ്ടായി. അപ്പോൾ അന്ന് ഞാൻ അത്ലറ്റിക്സ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കേരള സ്റ്റേറ്റ് റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ക്രേസായി ഇങ്ങനെ ഒരു കളി കളിച്ചാൽ കൊള്ളാമെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇവിടെ ഒരിടത്തും ഇല്ലെന്നുള്ളത് കണ്ടു. പിന്നെ ഞാൻ കോവളത്ത് പ്രാക്ടീസിന് പോയപ്പോൾ മോറിസ് എന്ന് പറയുന്ന ഒരു ന്യൂസിലാൻഡുകാരൻ്റെ ഈ ബോൾ ഇരിക്കുന്നതും അയാൾ കുറച്ച് സ്കില്ല് അവിടെ കിടന്ന് പ്രാക്ടീസ് ചെയ്യുന്നതും കണ്ടു. അപ്പോൾ അയാളുടെ അടുത്ത് പരിചയപ്പെടുകയും അയാൾ ഈ കളിയെക്കുറിച്ച് കൂടുതൽ എൻ്റെ അടുത്ത് പറഞ്ഞു തരികയും അങ്ങനെ ഞാൻ ഈ കളി കൂടുതൽ കേരളത്തിൽ ഡെവലപ്പ് ചെയ്യുകയും ഇത് ഇൻ്റർനാഷണൽ റഗ്ബി ബോർഡിനെ, ഇന്ത്യ റഗ്ബി ബോർഡിനെ അറിയിക്കുകയും അവരിവിടെ വന്ന് കളി കണ്ട് ഇഷ്ടപ്പെട്ട് പിന്നെ ഇത് കൂടുതൽ പ്രചരിപ്പിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് ട്രെയിനിങ്ങിന് വേണ്ടി കൽക്കട്ടയിൽ ഇൻ്റർനാഷണൽ റഗ്ബി ബോർഡ് എന്നെ വിളിക്കുകയും 3-4 വർഷം കൂടുമ്പോഴാണ് കോച്ചസിൻ്റെ ട്രെയിനിങ് നടക്കുന്നത്. അതെൻ്റെ ഭാഗ്യവശാൽ ഏഷ്യയിൽ വെച്ച് കൽക്കട്ടയിൽ വെച്ച് നടക്കുകയുണ്ടായി. അങ്ങനെ അതിൻ്റെ ട്രെയിനിങ്ങിന് പോയി കോച്ചായി 3 വർഷം പഠിച്ച് പാസ്സാകാൻ സാധിക്കുകയും ഇപ്പോൾ ഞാൻ കേരള ടീമിൻ്റെ കോച്ചായിട്ട് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ വർക്ക് ചെയ്യുന്നു.
എൻ്റെ പേര് തുളസി. ഞാൻ കേരള ടീമിൻ്റെ റഗ്ബി ക്യാപ്റ്റനാണ്. ഞാൻ 8 വർഷമായിട്ട് റഗ്ബി കളിക്കുകയാണ്. പിന്നെ നമ്മുടെ ടീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടീമാണ്. നാഷണൽ ലെവലിൽ പ്രൈസ് വന്നിട്ടുള്ള ടീമാണ്. അതിന് നമ്മളെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന നാഷണൽ ഗെയിംസിന് ഒരു മെഡൽ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അത് സാധിക്കും. ഞാനും കുട്ടികൾ സാറും അതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സ്പോർട്സ് കൗൺസിലിൽ നിന്നും പപ്നി മേഡം ഒരുപാട് സപ്പോർട്ട് നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇതിൽ പൂർണ്ണമായിട്ടും ഒരു മെഡൽ കിട്ടുമെന്നതിനാണ് എൻ്റെ ഉറപ്പ്. റഗ്ബി ആ കളി കണ്ട് അതിലോട്ടുള്ള ഒരു താല്പര്യമാണ് എന്നെ റഗ്ബിയിലോട്ട് വരാൻ പ്രോത്സാഹിപ്പിച്ചത്. എന്ന് വെച്ചാൽ അത്രയ്ക്കൊരു ഇൻട്രസ്റ്റുള്ള ഗെയിമാണ്. റഗ്ബി കളിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും പേടിക്കണ്ട. അത്യാവശ്യത്തിന് ഒരു കള്ളം വന്നാൽ പോലും നമുക്ക് ഇടിച്ചു മറിച്ചിട്ടുണ്ട് പോകാൻ രക്ഷപ്പെടാം എന്നുള്ള ഒരു ഇതുണ്ട് റഗ്ബിക്ക്. പിന്നെ ഫിസിക്കലായിട്ട് സ്റ്റാമിനയിൽ എല്ലാത്തിലും ഒരു പെർഫെക്റ്റ് ഗെയിമാണ് റഗ്ബി. നമുക്ക് ഒന്നും കൊണ്ട് പേടിക്കണ്ട. എവിടെ വേണോ നമുക്ക് നല്ല രീതിയിൽ എവിടെ വേണം സഞ്ചരിക്കാം എന്നൊരു മനധൈര്യം, എന്തിനും ഒരു മനസ്സിനൊരു ധൈര്യം കൂടി കിട്ടും റഗ്ബി കളിച്ചാൽ. ഇന്ത്യയിലെ റഗ്ബി ഇപ്പോൾ വേൾഡിൽ വെച്ച് നോക്കിയാൽ ഇന്ത്യൻ റഗ്ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 85 സ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതൊരു നല്ല പൊസിഷനാണ്. മറ്റുള്ള ഗെയിമുകളെ അപേക്ഷിച്ച് ഒരു നല്ല പൊസിഷനാണ് റഗ്ബി നിൽക്കുന്നത്. ഇപ്പോൾ അത് ഇനി ഭാവിയിൽ അത് താഴുക തന്നെ ചെയ്യും. ഒരു മെഡൽ ചാൻസ് ഉറപ്പാണ്. ഒരു ഏഷ്യയുടെ ഒരു ഒളിമ്പിക്സ് ഒരു മെഡൽ ചാൻസ് ഭാവിയിൽ ഉറപ്പാണ്. കളി ഞങ്ങളിപ്പം വൺ ഓഫ് ദ ടോപ്പ് ടീം. നമ്മളൊക്കെ ഇപ്പം നാഷണൽ ഗെയിംസിൽ കിട്ടിയത് നമ്മൾ ഇവിടെ കേരള ഗെയിംസിൽ തുടങ്ങിയതുകൊണ്ട് മാത്രമല്ല, നമ്മൾ ആ ടോപ്പ് റാങ്കിങ്സിലുള്ളതുകൊണ്ടാണ് ഞങ്ങളിപ്പം കളിക്കുന്നത്. പൊതുവേ ബാക്കിയുള്ള ടീംസിലൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് സ്ട്രെങ്സ് ഉണ്ട്. ഞങ്ങളുടെ ടീമിൻ്റെ സ്ട്രെങ്ത് തന്നെ സ്പീഡാണ്. അപ്പം എല്ലാവർക്കും കുറച്ച് പേടിയുണ്ട് കേരള ടീം എന്ന് പറയുമ്പോൾ. റഗ്ബി എന്ന് പറയുന്നത് അതിന് കുറച്ച് പുല്ലുള്ള ഗ്രൗണ്ട് തന്നെ വേണം. അതിന് ഒരുപാട് ഇഞ്ചുറീസ് വരാൻ സ്കോപ്പുണ്ട്. ഇപ്പം കുറച്ച് ഫിസിക്കൽ സ്പോർട്ടില്ലേ, അപ്പം അങ്ങനത്തെ പിന്നെ ഫുൾ ഗ്രൗണ്ട് ഞങ്ങൾക്ക് കളിക്കാൻ കിട്ടാറില്ല. അതൊക്കെയാണ് ബുദ്ധിമുട്ടുള്ളത്. ഫുൾ ഗ്രൗണ്ട് വേണം കളിക്കാൻ. എൻ്റെ പേര് അനിൽ. ഞാൻ ഇപ്പം അണ്ടർ 90 ക്യാപ്റ്റനാണ് കേരള. ഞാൻ റഗ്ബി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 7.5 വർഷമാകുന്നു. ആദ്യമൊക്കെ ബീച്ചിലായിരുന്നു പ്രാക്ടീസ്, ശംഖുമുഖം ബീച്ചിൽ. പിന്നെ ഇപ്പം ഈ 2 വർഷത്തിനകത്ത് നമ്മുടെ കൗൺസിൽ ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സ്ഥലം തരികയും അത് തന്നെ ഞങ്ങൾക്ക് ഇപ്പം പ്രാക്ടീസിന് വരുന്ന കുട്ടികൾക്കെല്ലാം നല്ലൊരു അഡ്വാൻറ്റേജാണ്. ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ബീച്ചിൽ പോകാനും യാത്ര ചിലവും ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കൂടുതലായിരുന്നു. പിന്നെ കടലിൻ്റെ അറിയാമല്ലോ, കടലിൽ പ്രാക്ടീസ് ചെയ്യുന്ന ബോൾ അങ്ങോട്ട് പോവുകയും ഞങ്ങൾക്ക് കുറച്ച് ടഫായിരുന്നു. ഇവിടെ നമുക്ക് ഗ്രൗണ്ട് അവർ തരികയും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഇപ്പം കുറച്ചും കൂടെ മെച്ചമാണ്. മാത്രമല്ല പുതിയ സ്റ്റുഡൻസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പം റഗ്ബി കേരളം അറിഞ്ഞു വരികയാണ്. അപ്പം അടുത്ത നാഷണൽ ഗെയിംസിലൂടെ റഗ്ബി കേരളം ഒട്ടാകെ പകരും. അല്ല, കേരളം ഒട്ടാകെ അല്ല, ഇന്ത്യ മൊത്താകെ. എൻ്റെ പേര് അഖില. ഞാൻ റഗ്ബി പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 വർഷം കഴിയുന്നു. നാഷണൽ ലെവൽ കളിച്ചിട്ടുണ്ട്. ഞങ്ങൾ നല്ലൊരു പെർഫോമൻസാണ് നാഷണൽ ലെവൽ അവിടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് 3rd പൊസിഷനൊക്കെ 3rd 2nd ആ പൊസിഷനെല്ലാം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു പരിമിതി എന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഏകദേശം 1 year ആവുന്നുണ്ട്. ഞങ്ങൾക്ക് ഗേൾസിൻ്റെ ഒരു പണി ഇത്ര ചെറിയൊരു കോർട്ടിൽ ഞങ്ങൾക്ക് ഗേൾസിനും ബോയ്സിനുമായിട്ട് ഞങ്ങൾ ഒരു ലിമിറ്റേഷൻ വെച്ചാണ് 2 ടീമും ഒരു പകുതി എടുത്തൊക്കെയാണ് കളിക്കുന്നത്. അപ്പം ഞങ്ങൾക്കൊരു എന്ന് വെച്ചാൽ ഗേൾസ് ആയതുകൊണ്ട് പുല്ലില്ലാത്ത സ്ഥലം ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇഷ്ടപ്പെട്ട് വന്നതാണ് റഗ്ബി എന്ന ഗെയിം. എൻ്റെ സീനിയർ ചേച്ചിമാർ കളിക്കുന്നത് കണ്ടും അവരുടെ അനുഭവങ്ങൾ പറഞ്ഞും
ഈ ഗെയിമിലോട്ട് വരാൻ എനിക്ക് താല്പര്യം തോന്നി, അങ്ങനെ വന്നതാണ്. മഹേഷ് സാർ ആണ് ഈ കളിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഇൻട്രസ്റ്റ് ആയിട്ടാണ് വന്നത്. ആദ്യം നമുക്ക് ഗ്രൗണ്ടൊന്നും ഇല്ലായിരുന്നു, ബീച്ച് വർക്കായിരുന്നു ഫുൾ. ഇപ്പം കൗൺസിലിൻ്റെ സപ്പോർട്ടുണ്ട്, ഇപ്പോൾ ഗ്രൗണ്ട് കിട്ടി. ഇപ്പം അങ്ങനെ ഇപ്പോൾ ഡെയിലി രാവിലെയും വൈകിട്ടും പ്രാക്ടീസ് ഉണ്ട്. പിന്നെ ഇപ്പം നമുക്ക് നാഷണൽ ഗെയിംസ് വരുന്നുണ്ട്, അതിൽ നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റുമെന്നാണ്, അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് മാക്സിമം. സ്കൂൾസ് ലെവലിൽ അംഗീകരിച്ചുകൊണ്ട് കൂടുതൽ കുട്ടികൾ തന്നെ ഇതിൽ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ 1 ഇയർ ആയിട്ട് ഇപ്പോൾ ഗ്രൗണ്ട് കിട്ടിയതുകൊണ്ട് കൂടുതൽ പേര് ഇതിൽ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ എക്സാം ടൈമിലാകുമ്പോൾ ചിലർക്ക് മഴ അതൊക്കെ, അതേപോലെ ഇവിടെ പുല്ലുള്ള ഗ്രൗണ്ട് അല്ലാത്തതുകൊണ്ട് ഗേൾസിന് കുറച്ച് പാടാണ്. എന്നും പ്രാക്ടീസ്, നമുക്ക് ഗെയിം പാസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഗെയിം നേരെ കളിച്ചാൽ ഫുൾ ഇഞ്ചുറി വരും പുല്ലുള്ള ഗ്രൗണ്ട് അല്ലെങ്കിൽ. ഇപ്പോൾ ബീച്ചിലാണെങ്കിൽ എല്ലാവരും വന്ന് ചെയ്യും. അപ്പം പുല്ലുള്ള ഗ്രൗണ്ട് ട്രിവാൻഡ്രത്ത് കുറവാണ്. റഗ്ബിയെ സംബന്ധിച്ചിടത്തോളം കാലുകൊണ്ടും കളിക്കാം, കൈകൊണ്ടും കളിക്കാം. റെസ്ലിംഗ് പോലെ ബോഡി കോണ്ടാക്റ്റ് ഉള്ള ഗെയിമാണ്, പിടിച്ചു വലിയുള്ള ഗെയിമാണ്, ഓട്ടമുള്ള ഗെയിമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നല്ല ഒരു തലമുറയെ വാർത്തെടുക്കാനും നമുക്കിതിലൂടെ സാധിക്കുന്നു. അങ്ങനെ അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ് കൂടുതൽ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നു. അവർക്ക് ഡിഫെൻസീവ് പോലത്തുള്ള മിലിറ്ററി, അതുപോലെ കേരള പോലീസ്, അങ്ങനെയുള്ളതിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റിയും ഈ കളി വഴി കിട്ടുന്നുണ്ട്. നമ്മൾ കൂടുതൽ കുട്ടികളും സ്പോർട്സ് കോട്ട അല്ലാതെ ഈ കളിയിൽ വന്നതിന് ശേഷം അവരെ നല്ലവണ്ണം ഫിസിക്കൽ ഇത് കാഴ്ചവെച്ച് പലവരും ജോലി നേടിയിട്ടുണ്ട്. കൂടാതെ ഫ്യൂച്ചർ ഗെയിമാണ് റഗ്ബി എന്ന് വെച്ചാൽ എല്ലാവരും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് കളിച്ച് നിൽക്കുന്ന കായിക താരങ്ങൾക്ക് എന്തായാലും നാളെ ഈ കളി കൊണ്ട് നേട്ടമുണ്ടാക്കാനേ പറ്റത്തുള്ളൂ. ഇത് ഒളിമ്പിക്സിലുള്ളതുകൊണ്ടും ഏഷ്യ ഗെയിംസിലുള്ളതുകൊണ്ടും ഗവൺമെൻറ് എല്ലാതരം സഹായം ഇപ്പോൾ ചെയ്തു തരുന്നതുകൊണ്ടും ഫ്യൂച്ചറിൽ ഈ കുട്ടികൾക്ക് നല്ല ഭാവി ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. കേരള സ്റ്റേറ്റ് റഗ്ബി ടീമിൻ്റെ ഈ ഒരു കഥ ഒരു സക്സസ് സ്റ്റോറിയാണ്. ഇൻഫാക്ട് ഇതൊരു സക്സസ്ഫുൾ ജേർണിയുടെ കഥയാണ്. ഈ ജേർണി ഇവിടെ തീരുന്നില്ല, അവരുടെ സക്സസ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ലെറ്റ്സ് വിഷ് ദം ഓൾ ദ ബെസ്റ്റ്. ആക്ച്വലി ഒരു ഇൻട്രസ്റ്റിംഗ് പീസ് ഓഫ് ഇൻഫർമേഷൻ, കേരള സ്റ്റേറ്റ് റഗ്ബി ടീം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ട് ക്രിക്കറ്റിലെ നാഷണൽ പ്ലെയറായ സഞ്ജു വി സാംസൺ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന അതേ ഗ്രൗണ്ടിൻ്റെ ഒരു ഭാഗമാണ്. സോ ഇവർക്ക് രണ്ടുപേർക്കും നാഷണലിയും ഇൻ്റർനാഷണലിയും എല്ലാ ഭാവങ്ങളും നമുക്ക് ഈ ഷോയിലൂടെ യങ്ങിസ്ഥാനിലൂടെ നേരാം. ആൻഡ് ഓൺ ദാറ്റ് വെരി ഹൈ ആൻഡ് പോസിറ്റീവ് നോട്ട്, ലെറ്റ്സ് ഗോ ഇൻ ടു എ ബ്രേക്ക്.